നമ്മളിന്ന് ഫിഷിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു 200 ഗ്രാം ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കറിവേപ്പില, കായം ഇത്രയിട്ട് നമ്മൾ വേവിച്ചെടുത്തു. ആ തണുത്തതിന് ശേഷം മിക്സിക്കകത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ക്യാരറ്റും പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ക്ലീനാക്കി എടുത്തു. അപ്പോൾ നമ്മളത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് എണ്ണ ഒഴിച്ച് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് കട്ട്ലേറ്റ് മുക്കിയെടുക്കണമെങ്കിൽ നമുക്ക് റസ്ക് പൊടി, ബ്രെഡ് പൊടി അങ്ങനെ എന്തോല്ലോ. അപ്പം നമ്മൾ എടുക്കുന്നത് റസ്ക് പൊടിയാണ്. അപ്പം നമ്മൾ പൊട്ടറ്റോ എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ഒരു 3 എടുത്ത് നമ്മൾ കുക്കറിയിട്ട് വേവിച്ചെടുത്തു. നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊട്ടറ്റോയും റസ്കിൻ്റെ പൊടി, മുട്ടയുടെ വെള്ള, ഇത്രയും സംഭവം നമ്മൾ എടുത്തു വെച്ചു. അപ്പം നമ്മൾ ഓൾറെഡി മീൻ മിക്സിക്കകത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വഴറ്റിയ ക്യാരറ്റിനകത്തോട്ട് നമ്മൾ ഈ ഫിഷും ഇട്ട് കൊടുത്ത് പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ശകലം ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. എല്ലാവരും ഇടണം എന്നില്ല, നമ്മൾ ഇച്ചിരി ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കട്ട്ലേറ്റിനുള്ളതായിട്ട് നമ്മൾ പരത്തിയെടുക്കും. അപ്പം നമ്മളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ പരത്തി ഇങ്ങനെ എടുക്കും. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അത്യാവശ്യം കഴിക്കാനുള്ളത് മാത്രം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് 2-3 ദിവസമായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അന്നക്കുട്ടിക്ക് വേണ്ടി നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈവനിങ്ങിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പരത്തി റെഡിയാക്കിയത്. അപ്പോൾ നമ്മളിതെടുത്ത് ഫ്രിഡ്ജിൽ കുറച്ച് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4 നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ചൂടായിരുന്നു. അകത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും. ഇപ്പം നമ്മുടെ വായെല്ലാം ഫുള്ളും. എന്നാലും നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചൂടോടെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അന്നക്കുട്ടിയും ഗൈസ് പറയാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കി വന്ന കട്ട്ലേറ്റെല്ലാം നമ്മൾ 3-4 ദിവസം ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമ്മളത് ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ